കാര്യം ചോദിച്ചില്ല സാറേ. അതെ ഹിജിയുടെ ഒരു കാര്യം ചര്യത്തിൽ ചോദിച്ചു. വെച്ചാണ് അങ്ങനെയാണെങ്കിൽ അല്ല ഇപ്പൊ അന്നേരം നമുക്കൊരാൾ അത് മുസ്ലിം ആവണമെങ്കിൽ അല്ല എന്ത് ചെയ്യണം? അത് മുഹമ്മദിന്റെ ചര്യപ്പെട്ടതല്ലേ ഈ കെട്ടുന്നതിന്റെ കാര്യമൊന്നും? അല്ല സാറേ, അത് യുദ്ധസംബന്ധമായ കാര്യമാകുമ്പം യുദ്ധ അതെ പ്രവാചകന് ബാധകമാക്കുന്നതുകൊണ്ട് നിക്കാഹ് കെട്ടുന്ന കാര്യം നിക്കാഹ് ചെയ്യുന്ന യുദ്ധസംബന്ധമാണോ? ഏതാണ് നിക്കാഹ് ഇത്ര പേരെ കെട്ടാം എന്നുള്ളതെല്ലാം സാറേ, യുദ്ധസംബന്ധമായിട്ടുള്ള കാര്യമാണോ? യുദ്ധസമയത്ത് ഉള്ള അടിമകളെ എങ്ങനെ അവരോട് പെരുമാറണം, അവരുടെ നിങ്ങളെ ഈ യുദ്ധത്തിന് വാക്കിൽ മുന്നോടികളാക്കി വിഷയം മാറ്റാൻ നിൽക്കരുത്. ജീവിക്കണം. ഞാൻ ചോദിച്ചത് ഈ ഖുറാന്റെ അകത്ത് പറഞ്ഞിട്ടില്ലേ ഇന്ന ആൾക്കാരെ കെട്ടാന്നുള്ളത്, അത് യുദ്ധസംബന്ധമായിട്ടുള്ള കാര്യമാണോ? ഏതാണ് ഈ മുഹമ്മദിന് നിക്കാഹ് ചെയ്യാന്നുള്ളത്? സാറേ? അത് ആരെയൊക്കെ നിക്കാഹ് ചെയ്യാൻ, മനുഷ്യന് ആരെയൊക്കെ നിക്കാഹ് ചെയ്യാ. ഈ അതുപോലെ ദത്തുപുത്രന്മാരെ, സെയ്ദിന്റെ ഒക്കെ കഥയുണ്ട്, എങ്ങനെ ദത്തുപുത്രരുടെ സ്വത്ത് അവകാശം, ഇതെല്ലാം ഖുറാനിൽ പറഞ്ഞു പോവുകയാണ് ജനതയോട്. അതെ ഞാൻ ചോദിച്ചത് അത് മുഹമ്മദിന്റെ ജീവിതചര്യയാണോ ഈ മുഹമ്മദിന് സാറേ, നിക്കാഹ് അത് ചെയ്യുന്ന കാര്യം? ഖുർആനിൽ അത് ഇപ്പൊ ദത്ത് സമ്പ്രദായം നിർത്തലാക്കുന്ന ഈ സൈനബിന്റെ ഞാൻ വിവാഹത്തോട് ഈ പുള്ളി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരാതെ ദത്ത് സമ്പ്രദായത്തിൽ ഞാൻ ചോദിച്ചിട്ടുള്ളൂ മുഹമ്മദിന് നിക്കാഹ് ചെയ്യാ എന്ന് പറയുന്ന വിഷയത്തിന്മേൽ അത് മുഹമ്മദിന്റെ ജീവിതചര്യയാണോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. സാറേ, ജീവിതചര്യ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. വിവാഹം അപ്പൊ ജീവിതചര്യ അല്ലേ അത്? സാറേ, ഇപ്പൊ പ്രവാചകന്റെ വിവാഹം എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിൽ വഹി ഇറങ്ങി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമല്ല. അപ്പൊ ഈ ദത്തുപുത്ര സമ്പ്രദായം ഇപ്പൊ ആർക്കെങ്കിലും ബാധകമാണോ? സാറേ, ഇപ്പൊ ഖുർആനിലുണ്ടെങ്കിൽ എന്റെ തന്നെ ഒരു ഉമ്മയുടെ അനിയത്തി മക്കളില്ലായിരുന്നു, എഞ്ചിനീയറാണ് രണ്ടുപേരും. അവര് പക്ഷെ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ്. അത് ഇസ്ലാമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത പാവമാണ്. അത് സാറേ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഞാനും അതിങ്ങനെ കേട്ട് അത് പഠിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാവം ഇസ്ലാമിന് മക്കളില്ലാന്നുണ്ടെങ്കിൽ ദത്തെടുക്കാൻ പാടില്ല എന്നുള്ളതാ. സാറേ, ഞാൻ കാര്യം പറയാം. അത് അവരെ ദത്തെടുക്കാൻ സഹായിച്ചത് ഹജ്ജിനൊക്കെ പോയ അവരുടെ തന്നെ, ഞങ്ങളുടെ തന്നെ ഒരു മാമിയാണ്. ഏത് മാമനാണെങ്കിലും ഏത് മാമയാണെങ്കിലും ശരി, ഞാൻ പറയുന്നത് അത് ഇസ്ലാമിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇസ്ലാമിൽ ആ നിയമം ഇല്ല. അള്ളാഹു തന്നിരിക്കുന്ന വിധിവിലക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് തന്ന വിധിയാണെന്ന് ആശ്വസിച്ച് ജീവിക്കണമെന്നാണ് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പോയല്ലോ. പക്ഷേ അല്ല, സാറ് പറഞ്ഞ വെച്ച് നോക്കുമ്പോ പക്ഷെ എന്തെങ്കിലും ഒരു വാദം ഇല്ലാതെ ഇവര് ദത്തെടുക്കൂന്നല്ല. ഞാൻ പിന്നെ കൂടുതൽ ചോദിച്ചില്ല. അടുത്ത ഒന്ന് അന്വേഷിച്ചു. ഇപ്പൊ നമ്മളിങ്ങനെ പല വിഷയം പോയ സ്ത്രീയാണ്, ഞങ്ങളൊരു മാമിയാണ്. അപ്പോഴ് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. അല്ലെങ്കിൽ ഇവരുടെ സ്വത്തുക്കൾ അനാഥമായി പോകും. ഹലോ, അത് അള്ളാഹുവിനോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനീതി അല്ലേ എന്നാണ് പറഞ്ഞത്. അള്ളാഹു വെച്ചിരിക്കുന്ന വിധി വിശ്വാസത്തെ. സാറേ, ഞാനും ഈ ദത്ത് സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അവര് ദത്തെടുത്തു. എഞ്ചിനീയർ ആണ് രണ്ടുപേരും, മക്കളില്ല, ഒരു 20 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ ഈ ദത്തെടുക്കാൻ ഈ കൂടെ സഹായിച്ചത് ഹജ്ജിന് തന്നെ പോയിട്ടുള്ള ഒരു മാമിയാ. അപ്പം എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ആണെന്ന് വെച്ച് ഞാൻ പിന്നെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കാനും പോയില്ല. ഞാനും പണ്ട് പഠിച്ചിട്ടുള്ള സാറേ പറയുന്ന കണക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ കറുത്ത കല്ല് എങ്ങനെ വെളുത്ത കല്ല് എങ്ങനെ കറുത്തൊന്നും ഇപ്പൊ ബോധ്യമായില്ലേ? അതൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി. പക്ഷെ ഞങ്ങള് സ്വർഗത്തിൽ നിന്ന് വീണ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഈ കറുത്തതും വെളുത്തും ഒക്കെ നിങ്ങളിപ്പോ പറയുന്നത് അതൊന്നും നമ്മൾ ഈ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ മദ്രസയും പള്ളികളിൽ ചെല്ലുമ്പോൾ സൈഡിൽ ഇരിക്കുന്ന ബുക്കുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ബുക്കാരിയുടെ ഹദീസെ കൂടുതലും കാണത്തുള്ളൂ, അതുപോലെ ഖുർആനെ കാണും. അല്ലാതെ ഈ തിർമിദി അതൊക്കെ ഞങ്ങൾ പേര് ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹദീസുകളൊന്നും ഞങ്ങളെ റെഫർ ചെയ്ത് ഞങ്ങൾ പഠിപ്പിക്കുമ്പോഴും ബുക്കാരി വെച്ചാ. അല്ല, മുസ്ലിം പോലും അപൂർവമായിട്ടേ പറയാറുള്ളൂ ഉസ്താക്കന്മാർ. അല്ലെങ്കിൽ നിങ്ങൾ ഉസ്താക്കന്മാരുടെ പ്രസംഗങ്ങളെ കേട്ട് നോക്കുമ്പോ അറിയാമല്ലോ. ഞാൻ എന്തിനാണ് ഈ ഉസ്താക്കന്മാരുടെ പ്രസംഗം കേൾക്കേണ്ടത്? ഞാൻ കാശ് കൊടുത്ത് 10,000-10,000 രൂപ കൊടുത്ത് ഞാൻ നിങ്ങളുടെ പുസ്തകം മേടിച്ചു വെച്ചിരിക്കുമ്പോ ഈ കള്ളപ്പനും പറയുന്ന ഉസ്താക്കന്മാരുടെ അടുത്തേക്ക് ഞാൻ എന്തിനാ പോകേണ്ട കാര്യം? 50,000 രൂപയ്ക്ക് എന്താ വാങ്ങിച്ചെന്ന്? ഞാൻ എന്റെ ലൈബ്രറി അങ്ങനെയാണ്, വേണ്ടോളം പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, പലപ്പോഴായിട്ട് മേടിച്ചത്. ഒരു ഖുറാന് എന്താ പൈസ ആവാൻ? DC ബുക്സിന്റെ 200 രൂപയല്ലേ ഉള്ളു. ഒരു തഫ്സീർ മേടിക്കുന്നതിന് എത്ര ആവും? തഫ്സീർ കട്ടിയുള്ള കുറെ വോള്യങ്ങൾ കാണും. അതിങ്ങനെ അത് 10-15 ബുക്കുകൾ തന്നെ അടുക്കുക, അതൊന്നും തുറന്നു നോക്കത്തില്ല സാറേ. അത് എത്ര രൂപ വേണ്ടി വരും? സാറേ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന എന്തിനാ സാറേ? ഞങ്ങള് പോലും അങ്ങനെ. കാരണം നിങ്ങളെപ്പോലുള്ള ഈ നശിച്ച
മതത്തിനെ പറ്റി 10 പേരോട് പറയണമെങ്കിൽ ഈ പുസ്തകങ്ങൾ മേടിക്കണം. ഈ പാപത്തിൽ ജീവിക്കുന്ന പിശാചിന്റെ മതത്തെ പറ്റി പറയണമെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ പുസ്തകങ്ങൾ മേടിച്ചു വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒടുക്കത്തെ പ്രവാചകന്റെ ഒടുക്കത്തെ നിയമമായിട്ട് വന്നിട്ട് ഒടുക്കത്തെ മനുഷ്യനെ ഇങ്ങനെ കൊന്നു തിന്നുന്ന ഒരു മതത്തെ പറ്റി പറയണമെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? സാറേ ഇതേപോലെ നശിച്ച ഒരു മതം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തെ കുറിച്ച് പറയുന്ന മറ്റുള്ളവർ ഇതുപോലെ വാങ്ങിച്ചിട്ട് പഠിച്ചിട്ടായിരിക്കും പറയുന്നത്? പഠിച്ചോ, ഒരു കുഴപ്പമില്ല. പഠിക്കണ്ടെന്ന് ആര് പറഞ്ഞു? പഠിക്കണ്ടെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ MM അക്ബർ എന്ന് പറഞ്ഞ ഭൂലോക കള്ളം വന്നിട്ട് ബൈബിൾ വാക്യത്തെ കോട്ട് മാറ്റി പറഞ്ഞ് ഞങ്ങൾ കയറിയിട്ട് ഇന്നതാണ് ബൈബിൾ വാക്യം എന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഞാൻ വായിച്ച ബൈബിളിനകത്ത് അതാ കണ്ടേ നമ്മളുടെ കണ്ടമ്പടി ഓടിയവനാണ് കള്ളൻ. പിന്നെ സുന്നിക്കകത്ത് വേറെ ഒരുത്തനുണ്ടല്ലോ, ആരാ, ഈ സജീർ ബുഖാരി എന്ന് പറഞ്ഞത്, അവരുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ട് ഇത് തന്നെയാണ് അവൻ ചെയ്തത്. പിന്നെ നിങ്ങളുടെ പുസ്തകം MM അക്ബർ ഒക്കെയാണ് പറഞ്ഞത് നിങ്ങൾ വായിക്കൂ, പഠിക്കൂ, എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ. എന്തായി? ഞങ്ങൾ ആകെ കേട്ടിട്ടുള്ളത് MM അക്ബർ, പിന്നെ നമ്മുടെ മൗലവി, കാന്തപുരം, അങ്ങനെ കുറച്ച് പേരുകളെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ കുറെ അറബിൻ നിലാവ് അങ്ങനെ കുറെ ഉസ്താക്കന്മാര്, അതെല്ലാം ഈ ദുആയും പ്രാർത്ഥനയൊക്കെയാ. ഞാൻ അതാ പറഞ്ഞത്, ദുആയ്ക്കൊക്കെ 50K 60K ലൈവ് വരുന്നത്. ദുബായ്ക്ക് എന്താണ് ദുവ? ഇനി നിങ്ങൾ ഈ വിഷയം മാറ്റാതിരിക്കാൻ ഒറ്റ വിഷയത്തിൽ പഠിക്കുക. എന്താണ് ദുവ ഒന്ന് പറഞ്ഞു? ദുആയോ? പ്രാർത്ഥന. പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ എന്താണ് നിങ്ങൾ ചൊല്ലുന്നത്? സാറേ ഞങ്ങളെ തെറ്റുകൾ പൊറുക്കണേ, അങ്ങനെ ഓരോ ഇതിനും ഓരോ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും സാറേ. ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സാറേ ഞങ്ങൾ പിന്നെ അള്ളാഹുവിനോട് ആരോടാ പ്രാർത്ഥിക്കുന്നത്? അത് ഞാൻ ചോദിച്ചതിന് മറുപടിയാ. നിങ്ങൾ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നതിനോട് ആരോ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല സാറേ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിലും പോയി പൊട്ടന്റെ മുമ്പിൽ ഇരിക്കുന്ന കണക്കാണ്. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പൊട്ടന്റെ മുമ്പിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഞങ്ങൾ കാണാതെ പഠിക്കാന്ന ബുക്ക് അല്ലല്ലോ. അല്ല, ഖുറാന്റെ അകത്ത് ഫാത്തിക ഓതാൻ അറിയോ? ഫാത്തിക ഓതാൻ അറിയോ? ഫാത്തിക അറിയോ? അതൊന്ന് ചൊല്ലി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആമേനല്ല, ആമീനാ കേട്ടോ. നിങ്ങൾക്ക് ആമേനല്ല, ആമീന. ഞങ്ങൾ ആമീനും, നിങ്ങൾ ജോസഫ്, ഞങ്ങൾ ഔസേപ്പ്, നിങ്ങൾ ഇബ്രാഹിം, ഞങ്ങൾ എന്റെ മനുഷ്യൻ, നിങ്ങൾ ഇങ്ങനെ നാവ് തുറക്കുന്ന കള്ളത്തരം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ്. ഈ ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആമേനും അത് തന്നെ സാറേ. ഇപ്പൊ ഒരു സിനിമയും ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഏത് ഉസ്താദാ ഈ കള്ളത്തരം പറയാൻ പഠിപ്പിച്ചത്? മുഹമ്മദാണോ പഠിപ്പിച്ചത്? സാറേ ഞങ്ങള് അങ്ങനെ എന്താ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആമേൻ വെച്ച് തന്നെ ആമീൻ. അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങള്. ചെറിയ വ്യത്യാസം എന്തോ? അല്ലല്ല, ആ ആമീന്റെ ചെറിയ വ്യത്യാസം എന്തോ? ആമീന്റെ സാറേ ഞാൻ അതല്ലേ സാറേ പറഞ്ഞത്. ഇപ്പൊ എല്ലാ വാക്കിലും ഞാൻ നോക്കിയപ്പോ ഖുർആൻ എടുത്താലും ബൈബിൾ എടുത്താലും കഥാപാത്രങ്ങളുടെ പേരെടുത്താലും ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അത് വിടും. ഞാൻ ചോദിച്ച ആമീന്റെ അർത്ഥം എന്ന് പറഞ്ഞു. ആമീൻ പറഞ്ഞില്ല. ആദ്യ പിതാവ് ഞങ്ങൾക്ക് ഇബ്രാഹിം, നിങ്ങൾക്ക് നിങ്ങൾ വിഷയം മാറ്റാം. ഞാൻ വിഷയം മാറുന്നില്ല. ഈ ആമീന്റെ അർത്ഥം എന്ന് പറഞ്ഞ ഈ ലോക കള്ളനായി പുള്ളി കേട്ടോ. കള്ളത്തരം പറയാൻ വേണ്ടി വന്നിരിക്കുക. സാറേ ആമീനെ അറിയാവോ? അങ്ങനെ ആവട്ടെ. ആമീൻ അങ്ങനെ തന്നെയാണല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സ്വഹീഹുൽ ബുഖാരി അതിന്റെ ഇന്ന് ഈ കള്ളനെ അങ്ങനെ വിട്ടിട്ട് വന്ന് ഞാൻ കേറി കുറച്ചു നേരം കേട്ടുകൊണ്ടിരുന്നപ്പോ തന്നെ മനസ്സിലായത് ആത്മാവാണെന്ന്. അത് തന്നെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു മിനിറ്റ്. അതെ, ഇപ്പൊ ഞാൻ കള്ളത്തരമാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തെളിയിക്കാതെ ഇത്ര നേരം പുള്ളി ബുഖാരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഞാനിപ്പോ തെളിയിച്ചുതരാം. അവിടെ നിൽക്ക് പോലെ ബുഖാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ശേഖരിക്കുന്നതാണ് ഹദീസുകൾ. അപ്പൊ ആ ഹദീസ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടെന്നല്ലോ, ബുഖാരി അംഗീകരിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞ? ബുഖാരിന്ന് ഞാൻ തരാം, അവിടെ നിന്നോ പോലെ. മുസ്ലിം സമുദായം അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് തന്നെ, ആ മുസ്ലിം സമുദായം അംഗീകരിക്കുന്ന ബുഖാരിയിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം ആമീനുമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിക്ക് പോവല്ലേ, പോകല്ലേ, ഓടല്ലേ, അവിടെ നിക്കണേ. ഓടിക്കഴിഞ്ഞാൽ പുറകിന് വരാൻ പാടാ. കാരണം കണ്ട കള്ളന്മാരെല്ലാം വന്നിട്ട് ഇതേപോലെ ഓടുക. അതെ, ഇമാം ഉറക്കെ ആമീൻ ചൊല്ലൽ സ്വഹീഹുൽ ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 448 പേജ് 170. അബൂ ഹുറൈറയിൽ നിന്ന് പൂച്ചയുടെ അപ്പനിൽ നിന്ന് 10-12 വർഷമായില്ലേ ഈ പരിപാടിയായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. സംസാരിക്കുമ്പോഴും ബുക്ക് ഇപ്പൊ തുറക്കുകയാണോ സാറ്? അതെ, അത് ശരി. ഉണ്ടോ സാറിന്റെ? നല്ലൊരു ഓഫറാണ്. അതും താങ്കൾക്ക് ഇത് നല്ലൊരു ഓഫറാണ്.
ഇത് ആ നിങ്ങൾ അതെ 10 എന്റെ കൊല്ലം കിടന്ന് വീട്ടിലൊന്നും പഠിക്കുന്നത് ഹദീസില്ല സാറേ. ഒരു വർഷം ഞങ്ങളുടെ കൊണ്ട് എന്താ വീടുകളിൽ വേദം പഠിക്കാം. ഹദീസൊന്നും ഇല്ല. ആ ശരിക്ക് ഖുറാൻ നിങ്ങളുടെ കാണും, പരിഭാഷയും അതെ കാണും. നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു തരാം. അവിടെ നിന്നോ ഞങ്ങളുടെ പറ്റുവാണെങ്കിൽ വീട്ടില് ശിഷ്യപ്പെട്ടോ ഖുറാനുണ്ട്, രക്ഷപ്പെടും. അതിന്റെ പരിഭാഷയുണ്ട്, ഹദീസുകളെ ഇത്രയേ ഉള്ളൂ. ഇത് ആ ഹദീസ് അത് തന്നെ വായിച്ചു അതേ പിടിച്ചോ. വായിച്ചു സൊഹീഹൽ വായിച്ചു. ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 448 പേജ് 170. ഇമാം ഉറക്ക ആമീൻ ചൊല്ലൽ. അബൂഹുറയിൽ നിന്ന് പൂച്ചയുടെ അപ്പനിൽ നിന്ന് നബി പറഞ്ഞു, ഇസ്ലാം ഇമാം ആമീൻ ചൊല്ലുമ്പോൾ നിങ്ങളും ആമീൻ ചൊല്ലുക. കാരണം ആരുടെയെങ്കിലും ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീൻ ചൊല്ലലിനോട് ഒത്തുവന്നാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. ഇബ്നു ശിഹാബ് പറയുന്നു റസൂൽ ആമീൻ പറയാറുണ്ടായിരുന്നു. ഒന്നാമത്തെ തെളിവ് സൊഹീഹുൽ ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 448 പേജ് 170. ഇനി അടുത്തത് ഒരു ഹദീസ് കൂടെ കേട്ടോ. സൊഹീഹുൽ ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 449 പേജ് 170. ആമീൻ ചൊല്ലലിന്റെ മഹത്വം. അബൂഹുറയിൽ നിന്ന് പൂച്ചയുടെ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിലൊരാൾ എന്തുവാ സാർ എന്തോ സാർ ഇടയ്ക്ക് പൂച്ചയുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ അബൂഹുറ എന്ന് വെച്ചാൽ മലയാളത്തിൽ പൂച്ചയുടെ അപ്പൻ എന്നാ. സാറേ ഒരാളുടെ പേരല്ലേ അത്? അത് ഞങ്ങൾക്കറിയാവോ? ഇപ്പൊ ബക്കറ എന്ന് വെച്ചാൽ എന്തുവാ മലയാളത്തില്? ബക്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പശു. അതിപ്പോ എന്റെ കുറ്റമല്ലല്ലോ. ഇനി ഇതൊന്നും ഞാൻ വായിച്ചു തീർക്കട്ടെ. സൊഹീഹുൽ ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 449 പേജ് 170. അബൂഹുറയിൽ നിന്ന് പൂച്ചയുടെ അപ്പനിൽ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിലൊരാൾ ആമീൻ എന്ന് പറയുമ്പോൾ വാനത്തിലെ മലക്കുകളും ആമീൻ പറയും. അങ്ങനെ ഒന്ന് മറ്റേതിനോട് യോജിച്ചാൽ അതിന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ആമീന്റെ അർത്ഥം ആമേൻ എന്ന് പറയുന്ന അങ്ങനെ തന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല. ഇസ്ലാമിലെ ആമീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം സൊഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാൻ തെളിയിച്ചതാണ്. ഇനി ഓഡിയൻസ് തീരുമാനിക്കൂ ഈ പുള്ളി കള്ളനാണോ ഇല്ലയോ. അത് ഈ ഉസ്താക്കന്മാർ ആമീൻ ചൊല്ലുമ്പോ ഞങ്ങളും അത് ഉസ്താക്കന്മാര് അപ്പൊ ആമീന്റെ അർത്ഥം എന്തുവാ? ആമീൻ പറയും. ആമീന്റെ അർത്ഥം എന്തുവാ സാറേ? അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നല്ലേ അതിന്റെ സാറ് അല്ല, നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചപ്പോ മനസ്സിലായത് കഴിഞ്ഞു പോയ പാപങ്ങൾ പുറക്കപ്പെടുവാൻ ആകാശത്തിലെ വാനത്തിലെ ഇമാം ആമീൻ ചൊല്ലുമ്പോൾ ഞങ്ങള്, അതായത് ഒരാൾ ഉസ്താദ് ഓതിയിട്ട് ഉസ്താദ് ആമീൻ പറയുമ്പോൾ ഞങ്ങൾ കൂട്ടമായി നിൽക്കുകയാണെങ്കിൽ ഒരു സദസ്സാണെങ്കിൽ അവർ ആമീൻ പറയുമ്പോൾ മലക്കുകളുടെ ആമീനുമായിട്ട് ഒത്തുവന്നാൽ നിങ്ങളുടെ പാവം പൊറുക്കുമെന്നല്ലേ സാറേ? അതിനെ ഞാനും പറഞ്ഞത്. ഞാൻ വേറെ എന്താ പറഞ്ഞത്? അപ്പൊ അങ്ങനെയല്ലല്ലോ സാറേ അതിന്റെ അർത്ഥം. ആമീൻ പറഞ്ഞാലല്ല, ഇമാം ആമീൻ പറയുമ്പോൾ ഈ മുഅ്മിനീങ്ങളെ ഏറ്റു പറയും. ഏറ്റു പറയുന്നത് ആ സമയത്ത് മലക്കുകൾ അവിടെ സന്നിധാനം വരും. അതായത് ഇപ്പം നിങ്ങളുടെ അതിനകത്ത് പറയല്ലോ 4 പേര് കൂടുന്ന ഭാഗത്ത് യേശു സുവിശേഷം പ്രസംഗിച്ചാൽ അവിടെ യേശു ഉണ്ടാവുമെന്ന് ഒരു വിശ്വാസം. 4 പേരോ? അത് എവിടെ എഴുതിയിരിക്കുന്നത്? അല്ല സാറേ, ബൈബിളിൽ എവിടെ ഇങ്ങനെ ആരോ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ഏതേലും അണ്ടനോ അടകോടനോ ചെമ്മാനോ ചെരുപ്പ് കുത്തിയോ ബൈബിളിനകത്ത് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരരുതേ. അത് ഏതെങ്കിലും ഉസ്താദൊക്കെ വല്ല കള്ളത്തരം പറഞ്ഞതായിരിക്കും. കഴിഞ്ഞ ദിവസം MM അക്ബർ പറഞ്ഞതൊക്കെ വെള്ള തേച്ച ശവക്കോട്ടകളിൽ നിന്ന് വിളിച്ചെന്ന്. അങ്ങനൊന്നും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. ശവക്കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇനി ഒരു കാര്യം നിങ്ങൾ കേട്ടോ. നല്ല വെള്ളമണി കുഴിമാടങ്ങളെ അങ്ങനെന്തോ അങ്ങനെ ഉണ്ട്. ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ അതിന് മറുപടി പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഏതെങ്കിലും അണ്ടനും അടകൊന്നും ചെമ്മാനും ചെരുപ്പൂത്തിയാക്കി ഇതേപോലെ യേശു ക്രിസ്തു കൂടുന്നിടത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അതിന് മറുപടി തരത്തില്ല. 2 പേർ എന്ന് പറയുന്നുണ്ട്, അല്ലാതെ 4 പേരെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതൊന്ന് കേട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ അല്ല ആദം പറഞ്ഞ ഈ കള്ളത്തരം ഒന്ന് പൊളിക്കട്ടെ. ഒന്നുകൂടെ കേട്ടോണം. സൊഹീഹുൽ ബുഖാരി അധ്യായം 10 ഹദീസ് നമ്പർ 449 പേജ് 170. അബൂഹുറയിൽ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ആമീൻ എന്ന് പറയുമ്പോൾ വാനത്തിലെ മലക്കുകളും ആമീൻ പറയും. അങ്ങനെ ഒന്ന് മറ്റേതിനോട് യോജിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനൊരു സന്ദേശം ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ആമേൻ എന്ന് പറയുന്ന അർത്ഥത്തിന് ഇല്ല എന്നാണ് സത്യക്രിസ്ത്യാനികളായ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അത് ഇങ്ങനൊരർത്ഥം ഈ ഇസ്ലാമിന്റെ ആമീൻ എന്ന് പറയുന്നതിനും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് മേലെ ഇത്തരം കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഈ വഴിക്ക് വരരുത്. കള്ളത്തരമല്ല, അതായത് മലക്കിന്റെ ആമീനും കൂടെ ഒരുമിച്ച് വന്നാൽ നിങ്ങളുടെ പാപം പുറത്തു. അത് തന്നെ. ആദ്യമേ ഇവിടെ എന്താണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചല്ലോ ആമേന്റെ അർത്ഥവും പറഞ്ഞപ്പോഴത്തേന് എന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ എന്നാ. ഞങ്ങൾക്ക് എന്താക്കാൽ ഈ സൊഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ കണ്ണുപൊട്ടനെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ അകത്തുള്ള ഈ ആമീന്റെ അർത്ഥവും ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അല്ല ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ആദം, ഹവ്വ, ഇബ്രാഹിം. അല്ല, ആദം നിങ്ങൾക്ക് പ്രവാചകനാണോ?
ഏഹ് ആദം നിങ്ങൾക്ക് പ്രവാചകനാണോ? ആദം ആദ്യ മനുഷ്യനുമാണ്, ആദ്യ പ്രവാചകനുമാണ്. ശരി, ആദ്യ മനുഷ്യൻ എന്നുള്ള ഞങ്ങൾക്ക് ആദ്യ മനുഷ്യനാണ്, ആദ്യ പ്രവാചകനല്ല. ആദമിനെ നിങ്ങളുടെ ഇല്ല, ഖുറാൻ അനുസരിച്ച് പുള്ളിക്ക് എവിടെ? മാത്രം ഒരു ജനസമൂഹം ഇല്ലെങ്കിലും പുള്ളിക്ക് പ്രത്യേകമായിട്ടാണ് ഈ പ്രവാചക പദവി. അദ്ദേഹത്തിന് പ്രവാചകത്വം നടത്താൻ, പ്രവചിക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രബോധനം നടത്താനായിട്ടോ സമൂഹം ഇല്ല. പക്ഷെ അദ്ദേഹത്തെ ആ കരുതുന്നത് ആദ്യ മനുഷ്യനും ഒരു അവിടെ പ്രവാചകനാണ്. നിൽക്കട്ടെ, ഈ ആദത്തിനെ എവിടാ സൃഷ്ടിച്ചത്? സാറേ, ആദ്യത്തെ സൃഷ്ടിച്ചത് എവിടെ? സ്വർഗത്തില്. സ്വർഗത്തില്. ഞങ്ങളുടെ ആദത്തിനെ സൃഷ്ടിച്ചത് ഭൂമിയിലാ, കേട്ടാ. സാറേ, അത് ഈ ശ്രീലങ്ക എന്ന് പറയുന്ന ആദം ബ്രിഡ്ജ് ഉള്ള അങ്ങനെ അത് തെറ്റാ സാറേ. അത് അയ്യോ, അത് നിങ്ങളുടെ ആദമാണ് ഈ അല്ല, ശ്രീലങ്കയിലെ അത് കണ്ടുവന്ന് കെട്ടി വരികയാണെന്ന്. ജോൺ ഞങ്ങളല്ല, അലക്സാണ്ടർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. അവിടെ നിൽക്കേ. ശ്രീലങ്കയിലാണെന്നാ ഇനി പറയുന്നത്. ഇനി ആദത്തിന്റെ കാര്യം, ഈ ഹവ്വായെ സൃഷ്ടിച്ചത് എവിടുന്നാ? അവയെ സ്വർഗത്തിൽ വെച്ചാണ് സൃഷ്ടിച്ചത്. എങ്ങനെയാ സൃഷ്ടിച്ചേ? സാറേ, സയന്റിഫിക്കലി ഇപ്പം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണിനകത്ത് നിന്ന് പൊടിയിൽ നിന്നാണ് ആദ്യത്തെ സൃഷ്ടിച്ചത്. മനുഷ്യനെ അത് കണക്കാണ്. ഞാൻ ഹവ്വായുടെ കാര്യം ചോദിച്ചു, ആദത്തിന്റെ അവിടെ നിൽക്കട്ടെ. വാരിയല്ല ഊരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരുടെ വാരിയല്? ആദത്തിന്റെ വാരിയല്ലേ. ആദ്യത്തിന്റെ വാരിയിൽ ഊരിയെന്ന് നിങ്ങൾക്ക് ഒരു തെളിവ് തരാൻ പറ്റുമോ? ഇത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ അത് പോട്ടെ. ഇനി അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണോ? ബൈബിളിൽ എങ്ങനെയാ സൃഷ്ടിച്ചത് അതെന്ന് പറഞ്ഞ സാറേ. ബൈബിളിൽ ആദത്തിന്റെ വാരിയിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചെന്ന് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഇക്കാലത്ത് സയന്റിഫിക്കലി ചിന്തിച്ച് നമ്മൾ ഇട്ട് പോകേണ്ടി വരും അങ്ങനത്തെ ചിന്തകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം, CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഇസ്ലാമിക അകമ്പൊരുൾ എന്ന് പറയുന്ന ഒരു ഖുറാൻ പരിഭാഷയെ തഫ്സീർ അടക്കമുണ്ട്. അതിന് ആമുഖം എഴുതി കൊടുത്തിരിക്കുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ മകൻ മുനർവലി തങ്ങളാണ്. അതിന്റെ അകത്ത് സൂറ 2-ാം അധ്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിന്റെ 30-ാമത്തെ ആയത്ത് മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആദത്തിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ശിർക്കാണ്. ആദത്തിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ടില്ല. ആദത്തിനെ അന്ന് നിലവിലുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നാണ് ഈ പണ്ഡിതൻ എഴുതി വെച്ചിരിക്കുന്നത്. CH മുസ്തഫ മൗലവി. ആകെ 2 അധ്യായമേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ എഴുതി വെക്കുക. അതിപ്പോ ഞാൻ നാളെ ഒരു പൊട്ടത്തരം എഴുതി വെച്ചാ അല്ല, താങ്കളിപ്പോ സയന്റിഫിക്കൽ ടെമ്പറം പറഞ്ഞുകൊണ്ട് വന്ന അത് പൊട്ടത്തരമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെയല്ല നമ്മുടെ വിശ്വാസം. എന്തോ അല്ല, താങ്കൾ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം, തിരിച്ച് നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ അങ്ങോട്ട് പറയുമ്പോഴത്തേന് ആരെങ്കിലും അംഗീകരിച്ചു. ഇനി അത് പോട്ടെ. ഈ അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണോ? അല്ല, അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണോ? സാറേ, സാറ, അബ്രഹാം, ഇബ്രാഹിം. ഞാൻ ചോദിച്ചൊരു മറുപടി, എന്നെ ഈ സാറേന്നൊന്നും വിളിക്കരുത്. എന്നെ സാറേന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിന് പുറത്താണ്. കാരണം അത് വേറൊരു വശം, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച എന്റെ പേര് അജീഷ് എന്ന്, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണോ രണ്ടാണോ? സാറേ, അബ്രഹാമും ഇബ്രാഹിം ഒന്ന്, ആദ്യ പിതാവ് ഇബ്രാഹിം എന്നാണ്. ഈ അബ്രഹാമിന്റെ പിതാവിന്റെ പേരെന്താ? അബ്രഹാമിന്റെ ആസർ എന്നാണ് തോന്നുന്നത്. എന്തോ കേട്ടില്ല. ആസർ എന്നാണോ എന്നൊരു സംശയമോ, കറക്റ്റ് അറിയില്ല. ആസർ ആണോ? ആരുടെ? അറിയില്ല സാറേ, അറിയില്ല. ഇബ്രാഹിമിന്റെ പിതാവിനെ അറിയത്തില്ല. ഈ പിതാവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മക്കളും തെറ്റിപ്പോയതായിരിക്കുമല്ലോ, ശരിയല്ലേ? ഇല്ല, പിതാവ് തെറ്റിപ്പോയാന്ന് മക്കള് നന്നാവുന്നവരും ഉണ്ട്. അപ്പൊ ഈ പിതാവ് മാറിപ്പോയതാണെങ്കിൽ എന്ത് ചെയ്യും? പിതാവേ മാറിയതാണെങ്കിൽ എന്ത് ചെയ്യും? സാറേ, ഒരാളുടെ പിതാവിനെ മാറുന്നത് മാറാൻ പാടില്ലല്ലേ? മകൻ ഉണ്ടായത്. ഓഹോ, അപ്പം ഈ പിതാവ് മാറാൻ പാടില്ല. സാറേ, ഈ സാറ് കണ്ടിട്ടില്ലേ, ഈ അറബി നാട്ടിലൊക്കെ ബിൻ ചേർത്താ വായിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ. അയാളുടെ പേര് സൽമാൻ എന്നാണ്. മുഹമ്മദിന്റെ മകൻ സൽമാൻ, രാജകുമാരന്റെ പേര് അങ്ങനെ. ചിലപ്പോൾ 2-3 തലമുറകളെ ചേർത്തൊക്കെ പറയും ബിൻ ചേർത്ത്. മുഹമ്മദ് ബിൻ സൽമാൻ ആണ് ഇപ്പോഴത്തെ സൗദി രാജാവ്. അയാളുടെ പിതാത്ത പേര് സൽമാൻ എന്നാണ്. മുഹമ്മദ് രാജാവിന്റെ മകനാണ്, അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ. നാട്ടിൽ അങ്ങനെ പിതാവ് മാറുവോ? അല്ല, പിതാവ് മാറിയല്ലേ സാർ, അവര് പിതാവിന്റെ പേരും കൂടെ ചേർത്ത് അവരുടെ പേരിനകത്ത് വിടും. അതാണ് വലിയ പേരുകൾ അറബിൽ വരുന്നത്. നമുക്കൊക്കെ കൊച്ചി, ഷാജി, രവി, സാബു. ഈ ഇബ്രാഹിമിന്റെ പിതാവിന്റെ പേരെന്താ? ആസർ അല്ലേ? അല്ല, അതെനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ. അയ്യോ, ഖുറാനൊക്കെ വായിക്കണമെന്ന് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. 6-ാം അധ്യായത്തിന്റെ 74-ാമത്തെ ആയത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണോ? പറഞ്ഞത് ആസർ എന്ന്. ആസർ. അപ്പൊ ബൈബിളിനകത്ത് അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരഹ് എന്നാണ് കേട്ടോ.
അപ്പൊ ഈ അപ്പം മാറ്റിക്കളി ഞങ്ങൾക്കില്ല. അതൊക്കെ ഈ ഹീബ്രു ബൈബിൾ, ഹീബ്രു അറബി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ. എന്നാ ഹീബ്രുവിൽ എടുത്തൊന്ന് വായിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. അല്ല, എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ അറിഞ്ഞൂടാ സാറേ. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് അറിയത്തുമില്ല. അപ്പനെ മാറ്റി കളിക്കാൻ പറ്റും. ഹീബ്രു അറബി എന്നൊക്കെ പറയും, താങ്കൾക്ക് അറിയത്തില്ല. ഇനി അത് ശരി, ഇനി അത് പോട്ടെ. സാമ്യമില്ലേ? കഥകളെല്ലാം ഒന്നും പേരുകൾ അല്ല, കഥകള് തെറ്റാ. അപ്പം മാറിക്കഴിഞ്ഞാൽ പിന്നെ മോൻ എങ്ങനെ ശരിയാവും? തന്തയ്ക്ക് മുമ്പ് തന്ത വേറെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ പെട്ടവനാണോ? നാളെ കേട്ടോ വർത്താനം പറഞ്ഞിട്ട് വരാം. സാറെന്ന് പറഞ്ഞ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ ഇനി വേറൊരു കാര്യം ചോദിച്ചു. ഈ ഇബ്രാഹിം എത്രാമത്തെ വയസ്സിലായി ഈ കോടാലിയും കൊണ്ട്? അല്ല, ഈ കോടാലിയും കൊണ്ട് പരിച്ഛേദനയേറ്റ എത്രാമത്തെ വയസ്സിലായി ഇബ്രാഹിം? സാറേ, അത് ഇടയ്ക്കൊക്കെ ചോദിച്ചു. കോടാലി ഉണ്ട്, എങ്ങനെ സാറേ പരിചയം ചെയ്യാൻ പറ്റുന്ന? അത് എനിക്കറിയത്തില്ല. അത് പോയാ പൂച്ചകളപ്പ് ഇവനോട് ചോദിക്കുന്നേ, ബുഹാരിയോട് പോയി ചോദിക്കേ. സാറ് ചിരിപ്പിക്കാൻ ഇടയ്ക്ക് ആരോ വെട്ടിക്കുന്നതിന് മുമ്പും ചോദിച്ചതാ. ഞാൻ അതേ ഉത്തരവാ പറഞ്ഞത്. കോടാലി വെച്ച് എങ്ങനെ വെട്ടിക്കീർന്നാണെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ ബുഹാരിക്കകത്ത് എഴുതിയത് വായിച്ചു കേൾപ്പിക്കാതെ. അവൻ അങ്ങനെ വെട്ടിയത്, ഇബ്രാഹിം എന്ന് പറയുന്നവൻ അങ്ങനെ വെട്ടിയത്. അതിപ്പോ എങ്ങനെ വെട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വെട്ടിയെന്ന് ചോദിക്കാൻ പറ്റുന്ന 3 പേരേ ഉള്ളു. അല്ല, എങ്ങനെയാണ് വെട്ടിയെന്ന് അറിയാൻ വേണ്ടി പറ്റുന്ന 3 പേരേ ഉള്ളൂ. ഒന്ന് അബൂ ഹുറൈറയോട് ചോദിക്കാം. യേശുവും പരിചയം ചെയ്തിട്ടുണ്ട് സാറേ. 8ാമത്തെ ദിവസം യേശു ഇത് ചെയ്തതാ. ആ വാക്യം തരാവോ? ഏതാ? ഏതോ ഒരു ഉസ്താദന്മാര് പറയുന്നുണ്ട് ബൈബിളിൽ. ഈ ഉസ്താദന്മാര് പറഞ്ഞ മുഴുവനും അങ്ങോട്ട് കേൾക്കുകയാണെങ്കിൽ ഞാൻ വേറെ വല്ലതും കൂടെ പറയാം. അതുകൂടെ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ഈ ആയിഷ പരിച്ഛേദന ഏറ്റതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ? ഉസ്താദന്മാർ അതും പഠിപ്പിക്കുന്നുണ്ട്. സമ്മതമാണോ? ഈ ദാവൂദ് ബോറ എന്ന് പറഞ്ഞ സമുദായമുണ്ട് ഗുജറാത്തിലെ മുസ്ലിം സമുദായം. ഞാൻ ചോദിച്ചതല്ല, ഈ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പരിച്ഛേദന ഏൽക്കണം എന്നുള്ളത്. അത് ചെയ്യിക്കോ വീട്ടിലെ പെണ്ണുങ്ങളെ? ചില സ്ഥലങ്ങളിലുണ്ട് സാറേ, ചില സ്ഥലങ്ങൾ. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വീട്ടിലെ കാര്യമാണ് ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിച്ചത് ജയിക്കുവോ? സാറേ, മുസ്ലിങ്ങൾ മാത്രമേ ചെയ്യൂ, സ്ത്രീകൾ ചെയ്യാറില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ ആദത്തിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ട് പരിച്ഛേദന ഏൽപ്പിക്കാൻ തയ്യാറാണോന്നാ ഞാൻ ചോദിച്ചത്. ഈ നമ്മളുടെ ഇവിടുത്തെ സമുദായം ചെയ്യാറില്ല. പക്ഷെ ആര് പറഞ്ഞു? നിങ്ങളുടെ ഇസ്ലാമി ഈ കേരളത്തിലെ പണ്ഡിതൻ തന്നെയാണ് പറഞ്ഞത് സ്ത്രീകൾ വീട്ടിൽ ചെയ്യണമെന്ന്. ആയിഷ ചെയ്തിട്ടുണ്ടെന്ന്, അതേപോലെ ചെയ്യണമെന്ന്. നിങ്ങൾ ചെയ്യിക്കോ ഇല്ലയോ എന്ന് കാര്യം പറ. സാറേ, ഒരാള് പറഞ്ഞു കേരളത്തെ ഒരു പോപ്പുലറായ കാര്യമാണെങ്കിലല്ലേ ചെയ്യത്തുള്ളൂ. ഒരു സമൂഹം അപ്പൊ വരാല് വട്ടാനെ പിടിക്കാൻ പോകുന്നതൊക്കെ ചേർന്നതോടെ കൊളുത്തി പോകാൻ അറിയാം. വേദന സഹിച്ചല്ലേ ചെയ്തത്. ഞങ്ങള് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നാ ചെയ്തത്? നിങ്ങളോട് ആര് പറഞ്ഞു? ഖുറാന്റെ അകത്ത് ഇല്ലാത്ത കാര്യം ചെയ്യാൻ നിങ്ങളോട് ആര് പറഞ്ഞു? സാറേ, അതുകൊണ്ട് വൃത്തിയുണ്ട്, അഴുക്കിരിക്കത്തില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഓരോരാഴ്ചയിൽ നഖം വെട്ടണം, ചെവിയുടെ ഇടയിൽ നിന്ന് അഴുക്കെടുക്കണം. അപ്പൊ അന്നേരം ഈ മുഹമ്മദിന് വഹി ഇറങ്ങുന്നതിന് മുമ്പ് വരെ അവന്റെ താനം അഴുക്ക് പിടിച്ച് നാശമായിട്ട് ഇരിക്കുകയായിരുന്നു അല്ലെ? നഖവും വെട്ടാതെ, കുളിക്കാതെ, കഷവും പഠിക്കാതെ, താടിയും പഠിക്കാതെ വൃത്തികെട്ടവരായിട്ട് ജീവിക്കുകയായിരുന്നു അല്ലേ? 9 കാലി 1 ഗോളി. പക്ഷെ എല്ലാ സമുദായത്തിലും ചെയ്യണം സാറേ. നിങ്ങളും പറ്റുമെങ്കിൽ എത്രയോ പേര്, എന്റെ കൂട്ടുകാരനെ എത്രയോ പേര് സുന്നത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ, ഈ സുന്നത്ത് ചെയ്യാനുള്ള നിയമം എന്തുവാ? 2 കൂട്ടുകാര് തിരുവനന്തപുരം കിംസിൽ, ഒരുത്തനാണെങ്കിൽ ഒരു കൊല്ലമായതേ ഉള്ളൂ അവൻ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പോയി ഭാര്യമാരോട് ചോദിച്ചാൽ മതി എങ്ങനെ ഉണ്ടല്ലോ. അതവിടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി, ഈ ഇബ്രാഹിം എങ്ങനെ ഈ കോടാലിയും കൊണ്ട് വെട്ടിയത്? എത്രാമത്തെ വയസ്സിലാ? ഞാൻ പറഞ്ഞില്ല, അത് എഴുതിയാലെ തെറ്റുമല്ലായിരിക്കും. സാർ എന്ത് പറയുന്നു? ചെറിയൊരു നൈസ് പിച്ചാത്തി പോലും വെച്ച് ചെറിയ തൊലി വരുന്ന കോടാലി വിറവ് കയറാനാണ്. അപ്പൊ ബുഹാരി കള്ളനാണെന്നാണ് പറയുന്നത് അല്ലെ? മുഹമ്മദും ബുഹാരി അബൂ ഹുറൈറയും കള്ളനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ കേട്ടോ? അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ചിലപ്പോ ഏതെങ്കിലും. അപ്പൊ മുഹമ്മദ് കള്ളനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു മുസ്ലിമായ ആദം വന്നിട്ട് പറയാണ് ഇബ്രാഹിം ചെയ്തത് കോടാലി കൊണ്ടാണ്, പക്ഷെ ഇത് തെറ്റാണെന്ന്. ലോജിക്കിനെ ഞാൻ എങ്ങനെ അളക്കട്ടെ? ഒരു മിനിറ്റ് സുഹീൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ. അല്ല, ഒരു മിനിറ്റ്, ഇയാൾ കള്ളനാന്നുള്ളത് ജനങ്ങൾ പറയുന്നത്. ഇത് ഈ പറഞ്ഞതൊന്ന് റെക്കോർഡ് ചെയ്യണം. അവര് പറഞ്ഞ് തെറ്റായി പോയി എന്ന് ഇവിടെ പറഞ്ഞു ഇയാള്. ഇവര് മുഹമ്മദിനെ കള്ളനാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണേ. മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ. ഇയാള് മുർത്തതായില്ലേ? കള്ളനാണ് ഇവൻ. കള്ളനാണെന്ന് തെളിയിക്കുക. മുഹമ്മദ് കള്ളനാണെന്ന് മറ്റൊരു കള്ളൻ ഇവിടെ തെളിയിക്കുകയാണ്. കേട്ടോണേ. സുഹീൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1411 പേജ് 566. അബൂ ഹുറൈറ റസൂൽ പറഞ്ഞു. അബൂ ഹുറൈറ എന്ന് പറയുന്നതിന് മുഹമ്മദിൽ നിന്ന് കിട്ടിയത് പറയാണ്. ഇബ്രാഹിം 80 വയസ്സുണ്ടായിരുന്നപ്പോൾ കോടാലി കൊണ്ട് ചേലാകർമ്മം ചെയ്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കോടാലിയും കൊണ്ട്. കേട്ടോ? എങ്ങനുണ്ട്? അപ്പൊ എത്രാമത്തെ വയസ്സിലാ? വീട്ടിൽ പോലും ചെയ്യാറില്ല. നല്ല നിങ്ങളൊന്നും മിണ്ടായിരിക്കും. നിങ്ങളെന്താ വെള്ളം കുടിച്ചത്? നിങ്ങൾ ഈ മുഹമ്മദ് കള്ളനാന്ന് പറഞ്ഞ ആളല്ലേ അവിടെ നിക്കത്? അപ്പൊ 80 ഹോസ്പിറ്റലിലെ ഇപ്പം. എന്നിട്ട് മുഹമ്മദിനെ ആരാ സർജറി? മുഹമ്മദിനെ ആരാ ഈ ചെയ്തത്? മുഹമ്മദിനെ അബ്രാഹാം ഏത് ഹോസ്പിറ്റലിൽ പോയത്? മുഹമ്മദിനെ ആരാ ചെയ്തത്?
സാറേ എല്ലാവരും ഹോസ്പിറ്റലായപ്പോ ചെയ്യുന്നത്. അപ്പൊ മുഹമ്മദിന്റെ കാലത്ത് ഏതാ ഷിഫ ഹോസ്പിറ്റലാണ് പോയത്? എവിടാണ് പോയത്? മുഹമ്മദ് എവിടെ പോയി ചെയ്തത് ഇത്? ചെയ്യുമായിരുന്നു. കാലഘട്ടം മാറിയപ്പോൾ അല്ല, മുഹമ്മദ് എവിടെ പോയി ചെയ്തത്? മുഹമ്മദ് ചെയ്തത് എവിടെ? മുഹമ്മദ്, നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് എവിടെ ചെയ്തത്? മുഹമ്മദ് നബിയുടെ ജന്മന അങ്ങനെ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇബ്രാഹിം നബി ചെയ്തിട്ടുണ്ട്, യേശു ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറയുന്ന എനിക്ക് ഞാൻ ഓരോന്നായിട്ട് തെളിയിച്ചാരാ. ഇബ്രാഹിം എന്ന് പറയുന്നവൻ സ്വന്തം കൈ കൊണ്ട് കോടാലിയും കൊണ്ട് വെട്ടിയാണ് ചെയ്തത്. എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെങ്ങനാ? നിങ്ങൾക്ക് നിയമം ഇല്ലാതെ നിങ്ങൾ എന്തിനാ ചെയ്യേണ്ട കാര്യം? അത് നിങ്ങൾക്ക് എവിടെ ഇതിന് നിയമം എവിടെ? ഇത് ചെയ്യാനുള്ള നിയമം എവിടാ? നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള നിയമം എവിടാ? സാറേ ഞങ്ങളെല്ലാരും നിങ്ങളെ യേശു ഇബ്രാഹിം നബി ഞാൻ ചോദിച്ചതിന് മറുപടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം തുമ്പ് മുറിച്ച് കളയാൻ നിങ്ങൾക്ക് എവിടുന്നാ നിയമമെന്നാ ഞാൻ ചോദിച്ചത്. സാറേ നിയമം ഇല്ലാതെ ഒരാൾ ചെയ്യുവോ സാറേ? എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുള്ള നിയമം എവിടാ? നിയമം എവിടെ എഴുതി വെച്ചേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കണമെന്നുള്ളൊരു നിയമം ഉണ്ടെന്നുള്ളതിന്റെ എവിടാണ് ആ നിയമം? എവിടാണ്? ഇല്ലാത്ത നിയമം എവിടുന്ന് എടുക്കണമെന്നാ നിങ്ങൾ പറയുന്നത്? ടിക്കറ്റ് എടുക്കണമെന്ന് നിയമം എവിടെ ഉണ്ടായിരുന്നു? ബസ്സിൽ കയറുന്നവരെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബസ്സിന്റെ അകത്ത് അതിന്റെ മാനുവൽ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ടിക്കറ്റ് എടുക്കുന്നത്. നിങ്ങൾ ഈ സാധനം ഈ 5-ാമത്തെ വയസ്സിൽ വേദന അനുഭവിക്കാനുള്ള നിയമം എവിടുന്ന് കിട്ടിയാന്നാ ചോദിച്ചത്. സാറേ ബസ്സിന്റെ മാനുവല്, ട്രാൻസ്പോർട്ടേഷന്റെ മാനുവൽ ഉണ്ടെന്ന് പറഞ്ഞു ഏത് ബസ്സിനകത്തുണ്ട്? എന്തുവാ അവര് എല്ലാവരും എടുക്കുമ്പോ എടുക്കുന്നു. നിങ്ങൾ KSRTC ഈ തിരുവനന്തപുരത്തുള്ള KSRTC ബസിന്റെ അകത്ത് 3 കാര്യങ്ങളാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. 1, കൈയും തലയും പുറത്തിടരുത്. 2, കള്ളന്മാരുണ്ട് പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക. 3, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ആക്ടും ഒരു സ്കീമും കാണും. അതെവിടെയാണെന്ന് ചോദിച്ചത്. അപ്പൊ പഠിച്ചിട്ടാണ് അല്ല സത്യബ്രദർ, ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാകുന്നത് ഞാൻ ചോദിച്ച ഒരു കാര്യങ്ങൾക്ക് പോലും നിയമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശീയനാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ. നിങ്ങൾ ഈ 5-ാമത്തെ വയസ്സിൽ വേദന അനുഭവിക്കാൻ ഇതിനെവിടുന്നാ നിങ്ങൾക്ക് നിയമം കിട്ടിയത്? ഞാൻ ചോദിച്ചതിന് പറയാം, ടിക്കറ്റ് അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം എത്ര ഉള്ളൂ. നിങ്ങൾ ഈ 5-ാമത്തെ വയസ്സിൽ വേദന അനുഭവിക്കാൻ ഈ സാധനം മുറിക്കാനുള്ള നിയമം എവിടുന്നാണെന്നാണ് ഞാൻ ചോദിച്ചത്. സാറേ അതല്ലേ ഞാൻ പറഞ്ഞു, ഒരു ബസ്സിൽ ടിക്കറ്റ് എടുക്കണമെന്നുള്ളൊരു നിയമമാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി വരും. നിങ്ങൾ ഈ നിയമം, ആ നിയമം എവിടുന്നാണ്? ഒരു ബസ്സാണെന്ന് സത്യബ്രദറെ പുള്ളി പറഞ്ഞോട് നമുക്ക് യോജിക്കാം. പുള്ളി പറഞ്ഞോട് നമുക്ക് യോജിക്കാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ബസ്സാണ്. ആ ബസ്സിന്റെ അകത്ത് എല്ലാവിധമായിട്ടുള്ള തോന്നിയാസങ്ങളും നടക്കും. ചില ആൾക്കാരെ ഈ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി അല്ലെങ്കിൽ അവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറില്ലേ? മാല പൊട്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പോകാറില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ബസ്സാണോ? മുഹമ്മദ് ബസ്സിലാണോ? മുഹമ്മദ് ആണ് ബസ്. അല്ല സത്യബ്രദറെ അള്ളാഹുവാണ് ബസ്സിന്റെ ഡ്രൈവർ. മുഹമ്മദ് അതിന്റെ കണ്ടക്ടർ കേട്ടോ. ഇടയ്ക്ക് ജാഗ്രതയും കലാപരിപാടിയൊക്കെ ഉണ്ട്. മുഹമ്മദ് ഏത് ബസ്സിലാണ് മുഹമ്മദ് പരിചയം? അല്ല, അള്ളാഹു ഡ്രൈവറാ. ഇസ്ലാം എന്ന് പറയുന്ന ബസ്സിന്റെ ഡ്രൈവർ അള്ളാഹു ആണ്. മുഹമ്മദ് ഇടയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് ജാക്കിയൊക്കെ വെച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തിടാതെ പോക്കറ്റ് അടിക്കാതെ അനുവദിച്ച സീറ്റിൽ ഇരുന്നോ നിന്നോ കൃത്യമായി യാത്ര ചെയ്ത് നിയമങ്ങളെല്ലാം പാലിച്ച് യാത്രാ സ്ഥലത്തെത്തുന്നതിന് സ്വർഗം. അതുപോലെയാണ്, അല്ലാതെ ജാക്കി വെക്കുകയോ പോക്കറ്റ് മുഹമ്മദ് ഏത് ബസ്സിലാണ്? അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. എനിക്കതേ പറയാനുള്ളൂ.